ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അറേബ്യൻ റൈസ് ആണ് കേട്ടോ. വളരെ സിമ്പിളായി ഉണ്ടാക്കാനെന്ന് പറഞ്ഞപ്പോൾ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാനും ഇതിലേക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടി നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ആ ബട്ടർ നല്ലോണം മെൽറ്റായി വരട്ടെ. ഇപ്പോൾ ബട്ടറൊക്കെ നല്ലോണം മെൽറ്റായി വന്നിട്ട് ഇനി അതിലേക്ക് നമുക്ക് 2 കറുകപ്പട്ടൻ്റെ കഷ്ണം, അതേപോലെ 2-4 കറുകപ്പും, അതേപോലെ 2 ഏലക്കായ്, പിന്നെ കറുകപ്പട്ടൻ്റെ ഇല ഉണ്ടെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുക്കുക. ഇത് നല്ലപോലെ ഇതേപോലെ ഇളക്കി കൊടുക്കുക. നല്ലൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കുക. വലിയ സവോള ആണെങ്കിൽ ഒരൊറ്റ സവോള, ചെറിയ സവോള ആണെങ്കിൽ 2 സവോള എടുത്ത് നല്ലോണം കൊത്തി അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഇപ്പോൾ സവളയൊക്കെ നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ട് ഇനി അതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും അതേപോലെ തന്നെ 3-4 വെളുത്തുള്ളി ചതച്ചതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്കാണ് നല്ലോണം വഴന്ന് വരട്ടെ. നല്ലോണം വഴന്ന് വരുമ്പോൾ നമുക്ക് ചെറിയൊരു സ്പൂൺ നമുക്ക് കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കാശ്മീരി മുളക് പൊടിക്ക് എരിവുണ്ടാവില്ല, കളർ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് പച്ചമുളകോ അല്ലെങ്കിൽ റെഡ് ചില്ലി സോസോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മളൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് 2 സ്പൂൺ തക്കാളി സോസും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുത്ത് അതിന് ശേഷം നമുക്ക് അതിലേക്ക് ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മൾ കഴുകി മാറ്റി വെച്ചാൽ ചിക്കൻ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ എത്രയാണ് ചിക്കൻ എടുക്കുന്നത് ആ ചിക്കനൊക്കെ ഇതേപോലെ കുറച്ച് അത്യാവശ്യം വലുപ്പത്തിൽ വേണം മുറിച്ചതിന് ശേഷം മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കണം. ആ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. അടിയിലൊക്കെ മസാലയൊക്കെ ഒട്ടിക്കണമെങ്കിൽ അതൊക്കെ നല്ലോണം ഇതേപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് മൂടി വെക്കാം. മൂടി വെച്ച് 2-3 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ചിക്കണം. ഈ സമയത്ത് നമുക്ക് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സോസൊക്കെ ഒഴിക്കുന്നതുകൊണ്ടാണ് ആദ്യം ഉപ്പ് ചേർക്കാത്തത്. പിന്നെ ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് വേവാനും വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും അതിലേക്കുള്ള റൈസും തയ്യാറാക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിൽ വെള്ളം വെച്ചിക്കണേ. പിന്നെ അതിലേക്ക് ഇതേപോലെ പട്ട കഷ്ണവും അതേപോലെ 2 ഏലക്കായ കുത്തിയതും 2 കറുകപ്പൂവും ചേർത്ത് കൊടുക്കുക. ഇനി പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ശേഷം നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. നല്ലോണം തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചാൽ ബസുമതി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അരി ചേർത്തതിന് ശേഷം നമുക്ക് അപ്പം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് 100% വേവാവുന്ന വരെ നല്ലോണം അരി വേവിച്ചതിന് ശേഷം മാത്രം ഊറ്റി വെക്കുക. നമുക്ക് അധികം നേരം ദമ്മിടാനൊന്നുമില്ല. പിന്നെ ബസുമതി അരി നല്ലോണം ഒന്ന് വെന്തുടയൂല. അപ്പോൾ 100% വേവായിട്ട് ഇതൊന്ന് ഊറ്റി വെക്കുക. അപ്പോഴേക്കും നമ്മൾ ഇറച്ചിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്തിക്കണേ. ഇനി തീ ഒന്ന് സ്പീഡ് കൂട്ടിയതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് നെരിഞ്ഞ് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 2-3 മിനിറ്റ് തീ സ്പീഡ് കൂട്ടി വെച്ചപ്പോൾ തന്നെ നല്ലോണം നെരിഞ്ഞ് വന്ന് ഇനി നമുക്ക് ഇറച്ചി മാത്രമായിട്ട് അതിൽ നിന്ന് മാറ്റി വെക്കാം. ഈ സമയത്ത് നമുക്ക് തീ ഒന്ന് പറ്റ കുറച്ച് കൊടുക്കാം. എന്നിട്ട് ആ മസാലയ്ക്ക് നമുക്ക് ഓറഞ്ചിൻ്റെയോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ മുസമ്പിൻ്റെ നീര് അതിലേക്ക് 2 സ്പൂൺ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ആ നീര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഊറ്റിയാണ് മാറ്റി വെച്ച റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരേ ലെവലാക്കി എടുക്കാം. റൈസൊക്കെ ഒരേ ലെവലാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ തന്നെ 2 സ്പൂണ് മുസമ്പിൻ്റെ നീരൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ഇതേപോലെ വെള്ളത്തിൽ കലക്കിയിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കുക. ഇതിന് പകരം നിങ്ങൾക്ക് കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അതേക്കാരം ഒന്നും കൂടി ടേസ്റ്റ് കിട്ടും. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ പൊരിച്ച് വെച്ച ഇറച്ചി അതിൻ്റെ മുകളിൽ ഇതേപോലെ കുറച്ചൊന്ന് അമർത്തി വെച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് 2 സ്പൂൺ വെളിച്ചെണ്ണ മാത്രമായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. കൂടുതലായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ റൈസിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറിപ്പോവും. അപ്പോൾ 2 സ്പൂൺ വെളിച്ചെണ്ണ മാത്രം ഇതേപോലെ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം നമുക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കതൊന്ന് മൂടി വെച്ച് ഒരു അരമണിക്കൂർ ചെറിയ തീയിൽ ആദ്യം ഒന്ന് വേവിക്കുക. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്ത് അരമണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴല്ലോ എന്താ സ്മെല്ലറാ. ആ സ്മെല്ല് അടിക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്ന അത്ര സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഇറച്ചിയൊക്കെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ആ ആദ്യത്തെ മസാലയ്ക്ക് ഒന്നാവാനും വേണ്ടിയിട്ട് റൈസ് ഇതേപോലെ ഉടയാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് മെല്ലെ ഒന്ന് റൈസ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ റൈസൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ മസാലയ്ക്ക് ഒന്നയക്കണേ. പിന്നെ നമ്മൾ അടിപൊളി റൈസ് ഇവിടെ റെഡി ആയിക്കണം കേട്ടോ. വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കാൻ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയാലോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി മുകളിൽ ഇറച്ചിയൊക്കെ വെച്ച് അതിൽ തന്നെ ചുറ്റുഭാഗം നമുക്ക് ഇതേപോലെ മുസമ്പിൻ്റെ കഷ്ണങ്ങൾ വെച്ചപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. കാണാൻ മാത്രമല്ല മക്കളെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കൂലല്ലേ.